എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സാമുദായിക നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ഒരു വല്ലാത്ത വസ്തുവാണത് കേട്ടോ. അതൊരു ഒന്നൊന്നര ഉരുപ്പടിയാണ്, പറയാതിരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് പിണറായി വിജയനെ പ്രകീർത്തിക്കും. ഓക്കെ, അതേസമയം തന്നെ പറയും ബി ജെ പിയിൽ ആരെന്ത് ചെയ്യണമെന്ന്, കോൺഗ്രസ്സിൽ ആര് മുഖ്യമന്ത്രി ആവണമെന്ന്. എത്ര മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടുകൾ. ശരിക്കും പറഞ്ഞാൽ ഭ്രാന്ത് വരും, ആലോചിച്ച ഭ്രാന്ത് വരും. ഹേ ചേട്ടാ, അല്ലെങ്കിൽ അങ്കിളെ, എന്നെക്കാൾ പ്രായമുണ്ടല്ലോ, അങ്കിളെ, ചേട്ടാ, അല്ലെങ്കിൽ സാറേ, മാഷേ, നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ സഹായിക്കാൻ പരസ്യമായി തീരുമാനിച്ച പിന്നെന്തിനാണ് അപ്പുറത്തെ വീട്ടിൽ എന്തൊരു കഞ്ഞി വയ്ക്കണമെന്ന് പറയുന്നത്? ഇന്നലെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നു ശ്രീലേഖ IPSനെ തിരഞ്ഞുപിടിച്ചത് രാജീവ് ചന്ദ്രശേഖർ ചെയ്ത ഒരു തെറ്റായിപ്പോയെന്ന്. ശ്രീലേഖ IPSും സെൻകുമാറും ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരാണ്. സെൻകുമാർ ഹിന്ദു മുന്നണിയുടെ, താങ്കൾ പറയുന്ന നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഹിന്ദുക്കളുടെ ഐക്യത്തിനും അവർക്ക് വേണ്ടിയിട്ടും ഒരു ജിഹ്വയായി നിന്ന് പച്ചയ്ക്ക് അങ്ങോട്ടും ഹിന്ദുത്വം എന്ന് പറയുന്നത് വളരെ കൃത്യമായി പറയുന്ന ആളാണ് സെൻകുമാർ, TP സെൻകുമാർ. അദ്ദേഹത്തിന് അതിനകത്ത് ഒരു മടിയുമില്ല. അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ, പ്രസംഗങ്ങൾ, എഴുത്തുകൾ എല്ലാം അത് വളരെ വളരെ പച്ചയ്ക്കാണ് അദ്ദേഹം പറയുന്നത്. ഹിന്ദു സമൂഹത്തിന് വേണ്ടി പച്ചയ്ക്ക് പറയുന്ന ആളാണ്. താങ്കളെ നായാടി നമ്പൂരി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാര്യം നടക്കുന്നില്ല. പക്ഷേ അതിനേക്കാൾ വളരെ ആവേശത്തിൽ നിൽക്കുന്ന ആളാണ് TP സെൻകുമാർ. പൊളിറ്റീഷ്യനാണിപ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ വർക്കറാണിപ്പോൾ. ശ്രീലേഖ IPSും പൊളിറ്റീഷ്യനാണ്, രാഷ്ട്രീയ നേതാവാണിപ്പോൾ. അവർ BJPയുടെ വൈസ് പ്രസിഡൻ്റാണ്, സംസ്ഥാന തിരുവനന്തപുരം കൗൺസിലറാണ്. അവർ മുദ്രാവാക്യം വിളിക്കും, ബാക്കിയുള്ളവർ വിളിക്കുമ്പോൾ കേട്ട് വിളിക്കും, കേസ് വരും, ജാമ്യം എടുക്കും, കോടതി പോവും. അതാണ് രാഷ്ട്രീയ പ്രവർത്തനം. അത് താങ്കൾ സമ്മതിക്കില്ല. രാജീവ് ചന്ദ്രശേഖരന് പറ്റിയ അബദ്ധം. അപ്പം താങ്കൾ കണിച്ചകുളങ്ങളയിലിരുന്നിട്ട് ഈ ചില ജ്യോത്സ്യന്മാരും ആശാന്മാരും പറയും പോലെ അവിടെ വന്ന് തിട്ടൂരമാക്കണോ? അല്ല, അറിഞ്ഞൂടാത്തോട് ചോദിക്കുകയാണ്. രാവിലെ കണിച്ചകുളങ്ങര ആശാനെ വിളിച്ചിട്ട്, ആശാനെ BJPയിൽ ആരെയൊക്കെ എടുക്കണം? ഇങ്ങേ തലയ്ക്കൽ രാജീവ് ചന്ദ്രശേഖരാണേ. എന്താ രാജീവ്, നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ ആരെയൊക്കെ എടുക്കണം? നിങ്ങളുടെ പാർട്ടിയിൽ ഞാൻ പറയാം, കുറച്ച് കഴിഞ്ഞ് വിളിക്കും, പറ്റുമോ? അപ്പോഴാണ് അപ്പുറത്തുനിന്ന് കോൺഗ്രസിൽ നിന്ന് KPCC പ്രസിഡൻറ്റോ അല്ലെങ്കിൽ AICCയുടെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെയെ വിളിക്കും. ഹലോ, വെള്ളാപ്പള്ളി അദ്ദേഹമല്ലേ? അതെ, ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു മുഖ്യമന്ത്രി വേണം, ആരെ ആക്കാം? നിങ്ങളുടെ പാർട്ടിക്ക് മുഖ്യമന്ത്രിയോ? അത് തൽക്കാലം VD വേണ്ട, സതീശൻ. രമേശ് ചെന്നിത്തല കൊള്ളാം, പക്ഷേ നമുക്ക് KC വേണുഗോപാൽ ആക്കിയാലോ? രമേശ് ചെന്നിത്തല കൊള്ളാം, പക്ഷേ KC വേണുഗോപാൽ ആക്കിയാലോ? ഇതാണ് കുത്തിത്തിരിപ്പ്, ഇതാണ് എന്താണ് കരക്കമ്പി പ്രയോഗം. ഇത് വല്ലാത്ത പ്രയോഗമാണ് കേട്ടോ. വല്ലാത്തൊരു മനുഷ്യനുമാണ് അദ്ദേഹം. എങ്ങനെ ഇത് സാധിക്കുന്നപ്പാ ഇതൊക്കെ? ഇത് എങ്ങനെയാണ് സാധിക്കുന്നത്? മാണിക്ക കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിച്ച പോലെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് കുറച്ച് കഞ്ഞി എടുക്കട്ടെ, ഒന്ന് സമാധാനമായിട്ട്, അല്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം എടുക്കട്ടെ, ഒന്ന് ആലോചിച്ചിട്ട് പറയണ്ടേ? താങ്കൾ എല്ലാ കാര്യവും പത്രക്കാരാണ് താങ്കളെ കൊണ്ട് ഇത് ചോദിപ്പിച്ച് പറയുന്നത്, അത് വേറെ കാര്യം. പത്രക്കാർ തോണ്ടി എടുക്കുമ്പോൾ താങ്കൾ എടുത്തിടും. ശ്രീലേഖ IPS പറഞ്ഞ ശരിയാണോ നേരെ പത്രക്കാർ ചോദിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തന്നെ അവരെ എടുക്കാൻ പാടില്ലായിരുന്നു. രസകരമാണ്, വളരെ രസകരമാണ്. അപ്പോൾ BJPയിൽ ആരെടുക്കണം? BJP എങ്ങനെ പ്രവർത്തിക്കണം? കോൺഗ്രസ്സിൽ ആര് മുഖ്യമന്ത്രി ആവണം? കോൺഗ്രസ് എങ്ങനെ പ്രവർത്തിക്കണം? കോൺഗ്രസ് ആരെയൊക്കെ സ്ഥാനാർത്ഥി നിർത്തണം? കോൺഗ്രസ് എവിടെയൊക്കെ സ്ഥാനാർത്ഥി നിർത്തണം? കോൺഗ്രസ് ഈഴവ സ്ഥാനാർത്ഥികൾ എത്ര നിർത്തണം? നായർ സ്ഥാനാർത്ഥികൾ എത്ര നിർത്തണം? മന്ത്രിസഭയിൽ എത്ര ഈഴവ മന്ത്രി വേണം? എത്ര നായർ മന്ത്രി വേണം? മുസ്ലിം ലീഗിന് എത്ര സീറ്റ് കൊടുക്കാം? മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാമോ? 6ാം മന്ത്രിസ്ഥാനം കൊടുക്കാമോ? എല്ലാവരും തീരുമാനിക്കും. കണിച്ചകുളങ്ങരയിൽ ആശാൻ തീരുമാനിക്കും. ഇതൊരു രസകരമായൊരു ഇടമാണ്. ഒരു കാരണവശാലും ആശാനെ അത് ശരിയല്ല. എന്നാൽ ആശാൻ എന്ത് ചെയ്തളയും? വീണ ജോർജ് ജയിക്കട്ടെ, വാസവൻ വലിയ മന്ത്രിയാണ്, വാസവനാണ് ഇനി രക്ഷ, ശിവൻകുട്ടി ജയിക്കട്ടെ, കടകംപള്ളി ജയിക്കട്ടെ, കീജയ്, പിണറായി വിജയൻ വീണ്ടും വരട്ടെ, മൂന്നാം പ്രാവശ്യവും പിണറായി വരട്ടെ എന്ന് താങ്കൾ പറയുകയും ചെയ്യും. ഇതെങ്ങനെ ശരിയാവും ആശാന്? ഇത് മണിയാശാൻ്റെ റോളിലേക്ക് പോവുകയാണ്. നമുക്കൊന്നും തിരിയുന്നില്ല. MM കാരശ്ശേരി മാഷ് പറയുമ്പോൾ ഒന്നും അങ്ങോട്ട് തിരിയുന്നില്ല, തലയ്ക്കകത്തോട്ട് കയറുന്നില്ല. വളരെ വളരെ രസകരമാണ്. രാവിലെ നോക്കുമ്പോൾ BJPയിൽ ഇങ്ങനെയൊന്നും ചെയ്ത് ശരിയായില്ല, BJP ശ്രീലേഖ എടുത്തത് ശരിയായില്ല. വെള്ളാപ്പള്ളി നടേശൻ ഇദ്ദേഹം എന്താണ് ഇതൊക്കെ പറയുന്നത്? കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കുമ്പോൾ കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ്. അതേസമയം KC വേണുഗോപാലിനെ ആക്കാവുന്നതാണ്. ഒരു ദിവസം പറയുന്ന കേട്ട് VD സതീശൻ ആയാലും കുഴപ്പമില്ല,
നന്നായാൽ മതി. എന്താ ഉദ്ദേശിക്കുന്നത് ആശാൻ? ആശാൻ്റെ ലക്ഷ്യം എന്താ? ആശാനോടെല്ലാം ചോദിക്കണമെന്നാണോ? അത് ആശാൻ ഇഷ്ടമുള്ള കാര്യങ്ങളെ ചെയ്യാവുന്നതാണോ? അത് എല്ലാ പാർട്ടികളും ആശാനിൽ നിന്ന് നിർദ്ദേശം എടുക്കണമെന്നാണോ? എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പിടുത്തവുമില്ല, ഒരു തിരിയലുമില്ല. അങ്ങ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. പിന്നെ ഒരു രസമുണ്ട്, അത് കേൾക്കാനൊക്കെ രസമുണ്ട്. പക്ഷേ ചില സമയത്ത് കടുത്തു പോകണം. കടുക്കുമ്പോഴാണ് പിന്നെ ഒരുപാട് വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ വരുന്നത്. എന്തായാലും കൊള്ളാം. താങ്കളുടെ ആ ഒരു ശൈലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്കൾ കേരളത്തിൻ്റെ ഒരു ക്രോസ് പ്രൊഫൈലിൽ അല്ലെങ്കിൽ ഒരു പരിച്ഛേദമെടുത്താൽ അവിടെ നിർണായകമായൊരു സോഷ്യൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസറാണ് താങ്കൾ. ഒരു സ്വാധീനിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ സുകുമാരൻ നായരൊന്നും അങ്ങനെയല്ല. സുകുമാരൻ നായർ വല്ലതാ പറഞ്ഞ ചാനലിൽ വരും എന്നുള്ളതല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര പറച്ചിലാണ്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ജനങ്ങൾ എടുക്കുകയും ചെയ്യും, ചിരിച്ച് തല തല്ലിച്ചാവുകയും ചെയ്യും. എന്തായാലും കൊള്ളാം. വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് ഈ വീഡിയോ ആരെങ്കിലും ഒന്ന് അയച്ചു കൊടുത്താൽ സന്തോഷമാണ്. മനോഹരമായിരിക്കുന്നു അങ്ങയുടെ ലീലാവിലാസങ്ങൾ. ഇങ്ങനെ തന്നെ പോകണം. കാരണം അതിനകത്തൊരു കൗതുകമുണ്ട്, ഒരു മനോഹാരിതയുണ്ട്, രസമുണ്ട്. ഞാൻ മോശമാക്കി പറഞ്ഞതല്ല, വളരെ രസകരമാണ്. അങ്ങേക്ക് ഇത് എങ്ങനെ സാധിക്കുന്നപ്പാ എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വശത്ത് പിണറായി വിജയനെയും അതിൻ്റെ സംഘത്തെയും വല്ലാതെ സ്തുതി പാടുന്നു, അവർക്ക് വേണ്ടി തന്നെ നിൽക്കുന്നു. മറുവശത്ത് BJP എങ്ങനെ നന്നാവാം, കോൺഗ്രസ് എങ്ങനെ നന്നാവാം, ഓരോ പാർട്ടിയും എങ്ങനെ നന്നാവാം, അവിടെ ആരെയൊക്കെ എടുക്കണം, ആരെയൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ വയ്ക്കുന്ന ഒരു മനോഹരമായ സുന്ദരനായിട്ടുള്ള ഒരു നേതാവാണ്. യുവത്വം ഇപ്പോഴും അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കട്ടെ. അദ്ദേഹം വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടേയിരിക്കട്ടെ.